എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിങ്ങളുടെ MA സൈക്കോളജി സ്റ്റഡി മെറ്റീരിയലിലെ ബ്ലോക്ക് 4 യൂണിറ്റ് 2-ല് ഉള്ള ഒരു പ്രധാന വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. അതെ, പ്രശ്നപരിഹാരം അഥവാ പ്രോബ്ലം സോൾവിംഗ്. ഇതിൽ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI എങ്ങനെയാണ് പ്രശ്നപരിഹാര പഠനങ്ങളിൽ വരുന്നത്, പിന്നെ അതിലൊരു സമീപനമായ കമ്പ്യൂട്ടർ സിമുലേഷനെക്കുറിച്ചുള്ള വിമർശനങ്ങൾ, അതൊക്കെയാണ് നമ്മൾ ഇന്ന് കുറച്ചുകൂടി ആഴത്തിൽ നോക്കാൻ പോകുന്നത്. ശരിയാണ്. അപ്പോ നമുക്ക് തുടങ്ങാം. ഈ കോഗ്നിറ്റീവ് സൈക്കോളജിയിൽ മനുഷ്യന്റെ ചിന്താരീതികളില്ലേ, പ്രത്യേകിച്ച് പ്രശ്നം പരിഹരിക്കണത്, അതെങ്ങനെ മനസ്സിലാക്കാൻ കമ്പ്യൂട്ടർ സിമുലേഷനും AI ഒക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലേ? അതെ, തീർച്ചയായും. നിങ്ങളുടെ ആ മെറ്റീരിയലിൽ പറയുന്ന ഒരു പ്രോബ്ലം സ്പേസ് ഹൈപ്പോത്തിസിസ് എന്നൊരാശയമുണ്ടല്ലോ. അതായത് ഒരു പ്രശ്നം പരിഹരിക്കാനുള്ള വഴികളൊക്കെ ഒരു മാപ്പ് പോലെ മനസ്സിൽ കാണുന്നു എന്ന്. AI എങ്ങനെ ഇതിലേക്ക് വരുന്നത്? ശരിയാണ്. ഈ പ്രോബ്ലം സ്പേസ് എന്ന ആശയത്തെ കമ്പ്യൂട്ടർ വെച്ച് ഒരു മോഡൽ ഉണ്ടാക്കാനാണ് AI ശ്രമിക്കുന്നത്. അതിന്റെ ഒരു ഉദാഹരണമാണ് എക്സ്പേർട്ട് സിസ്റ്റംസ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ. അതായത് ഒരു പ്രത്യേക വിഷയത്തില് മനുഷ്യനുള്ള അറിവ്, വൈദഗ്ധ്യം അതൊക്കെ അനുകരിക്കാൻ ശ്രമിക്കുന്ന പ്രോഗ്രാമുകൾ. നമ്മൾ ആ മാനസിക ഭൂപടം അല്ലെങ്കിൽ ആ പ്രോബ്ലം സ്പേസ് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ള തിയറികളൊക്കെ ടെസ്റ്റ് ചെയ്യാൻ ഇത് ഗവേഷകരെ സഹായിക്കുന്നുണ്ട്. അപ്പോ ശരിക്കും പറഞ്ഞാല് ചിന്താപ്രക്രിയകളെ, നമുക്ക് നേരിട്ട് കാണാൻ പറ്റാത്ത കാര്യങ്ങളെ ഒരു മോഡലിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. അതെ, അങ്ങനെ പറയാം. ഇത് കേൾക്കാൻ നല്ല രസമുണ്ട്. അപ്പൊ ഈ സിമുലേഷനുകൾ ആ പ്രോസസ്സ്, ആ പ്രക്രിയയെ മാതൃകയാക്കാൻ സഹായിക്കുന്നു. പക്ഷേ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇതിനെതിരെ ചില വിമർശനങ്ങളുണ്ടല്ലോ. എന്താണ് പ്രധാന പ്രശ്നങ്ങൾ? ഒരു പ്രധാനപ്പെട്ട വിമർശനം എന്താണെന്ന് വെച്ചാൽ മനുഷ്യന്റെ ചിന്തയുടെ ആ ഒരു സങ്കീർണത. അത് വെറും യുക്തിസഹമായ സ്റ്റെപ്പുകൾ മാത്രമല്ലല്ലോ. അല്ല, അത് കുറച്ചുകൂടി കുഴഞ്ഞുമറിഞ്ഞതാണ്. ചിലപ്പോൾ നമ്മൾ ഊഹാപോഹങ്ങൾ ഉപയോഗിക്കും, നമ്മുടെ അനുഭവങ്ങൾ, സാഹചര്യങ്ങൾ അതൊക്കെ സ്വാധീനിക്കും. അപ്പോ വളരെ കൃത്യമായ റൂൾസ് വെച്ച് മാത്രം പ്രവർത്തിക്കുന്ന ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിന് ഇതിന് ശരിക്കും പിടിച്ചെടുക്കാൻ പറ്റുമോ? അതൊരു ചോദ്യമാണ്. ഇതൊരു തരം ഓവർ സിംപ്ലിഫിക്കേഷൻ ആണെന്ന് ചിലർ വാദിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോ കമ്പ്യൂട്ടറും മനുഷ്യനും തമ്മിലുള്ള ആ ഒരു അടിസ്ഥാനപരമായ വ്യത്യാസം, അതും ഒരു പോയിന്റാണല്ലേ? തീർച്ചയായും. കമ്പ്യൂട്ടറുകൾക്ക് ഭയങ്കര സ്പീഡാണ്, കണക്ക് കൂട്ടാനൊക്കെ നിയമങ്ങൾ തെറ്റിക്കാതെ പാലിക്കും. പക്ഷെ മനുഷ്യരങ്ങനെയല്ലല്ലോ. അതെ, നമ്മൾ ആ കാര്യങ്ങളിൽ കുറച്ചു പിന്നിലായിരിക്കും. പക്ഷേ മനുഷ്യർക്ക് പൊതുവായ കാര്യങ്ങൾ മനസ്സിലാക്കാനും പാറ്റേണുകൾ തിരിച്ചറിയാനും പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് വികാരങ്ങൾ. അതെ, വികാരങ്ങൾ. അത് കമ്പ്യൂട്ടറിലില്ലല്ലോ. ഇല്ല. പുതിയ ന്യൂറൽ നെറ്റ്വർക്കുകൾ മനുഷ്യനെ പോലെ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഈ വികാരങ്ങളുടെ കാര്യം വരുമ്പോൾ അവിടെ ഇപ്പോഴും വളരെ പിന്നിലാണ്. അപ്പോൾ ഈ വ്യത്യാസം അത് ഈ സിമുലേഷനുകളുടെ വിശ്വാസ്യതയെ എങ്ങനെയാണ് ബാധിക്കുന്നത്? അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പൊ നോക്കൂ, നമ്മളൊരു പ്രശ്നം പരിഹരിക്കുമ്പോൾ അതിൽ നമ്മുടെ വികാരങ്ങൾക്ക് വലിയ പങ്കുണ്ട്, അല്ലേ? ഉണ്ടാവും. നമ്മുടെ മോട്ടിവേഷൻ അല്ലെങ്കിൽ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ, ഇതൊന്നും വികാരങ്ങളെ പൂർണ്ണമായി ഒഴിവാക്കുന്നൊരു മോഡലിന് ഉൾക്കൊള്ളാൻ പറ്റില്ല. ശരിയാണ്. അപ്പൊ യാഥാർത്ഥ്യത്തിന്റെ ഒരു വലിയ ഭാഗം അവിടെ നഷ്ടപ്പെടുന്നില്ലേ? ഏറ്റവും പുതിയ ന്യൂറൽ നെറ്റ്വർക്കുകൾക്ക് പോലും ഈ വൈകാരികമായ കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, എന്തിനാണ് ഒരാൾ ഒരു പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്നതെന്നതിന്റെ ആ ഒരു വൈകാരിക കാരണം അത് പരിഗണിക്കാത്ത ഒരു മോഡൽ എത്രത്തോളം കംപ്ലീറ്റ് ആയിരിക്കും? അത് ശരിയാണ്. ഇതൊരു വലിയ പരിമിതി തന്നെയാണ്. പക്ഷേ എന്നുവെച്ച് ഈ സമീപനത്തെ മൊത്തത്തിൽ തള്ളിക്കളയാനും പറ്റില്ല, അല്ലേ? അതിനതിൻ്റെതായ ഗുണങ്ങളുമില്ലേ? ഇല്ല, തീർച്ചയായും തള്ളിക്കളയാൻ പറ്റില്ല. കാരണം ഈ സിമുലേഷനുകൾക്ക് ചില സങ്കീർണമായ പ്രശ്ന പരിഹാര സ്റ്റെപ്പുകൾ വിജയകരമായിട്ട് മോഡൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോ ചെസ് കളി പോലെയുള്ള കാര്യങ്ങളിൽ, അല്ലെങ്കിൽ വളരെ കൃത്യമായ നിയമങ്ങളുള്ള ചില മെഡിക്കൽ ഡയഗ്നോസിസ് സാഹചര്യങ്ങളിലൊക്കെ. ഭാവിയിൽ കുറച്ചുകൂടി മികച്ച AI വരുമ്പോൾ ഇതിലും നന്നായി ചെയ്യാൻ പറ്റില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ശരിയാണ്. പിന്നെ വേറൊരു കാര്യം, ഈ സമീപനം കാരണം കൊഗ്നിറ്റീവ് സൈക്കോളജിയിൽ ഒരുപാട് മുന്നേറ്റമുണ്ടായിട്ടുണ്ട്. ചിന്താപ്രക്രിയകളെക്കുറിച്ച് കൂടുതൽ വ്യക്തമായി, കൃത്യമായി ചിന്തിക്കാനും നിർവചിക്കാനുമൊക്കെ ഇത് ഗവേഷകരെ ഒരു തരത്തിൽ നിർബന്ധിതരാക്കിയിട്ടുണ്ട്. അപ്പൊ ഇതൊരു ടൂളാണ്, ശക്തമായ ടൂളാണ്. പക്ഷെ അതിന് അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ട്. കൃത്യത തരുമായിരിക്കും, പക്ഷെ മനുഷ്യചിന്തയുടെ ആ ഒരു മുഴുവൻ ചിത്രം അത് കിട്ടുമോ എന്നതിൽ സംശയമുണ്ട്. അതെ, അതാണ് കാര്യം. അപ്പൊ നിങ്ങളുടെ പഠനത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം ഇതാണ്. ഈ മോഡലുകൾ മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് പ്രവർത്തിക്കുന്നത്.
അപ്പോ ഇവയിൽ നിന്ന് മനുഷ്യന്റെ പ്രശ്നപരിഹാരത്തെക്കുറിച്ച് നമുക്ക് എത്രത്തോളം പഠിക്കാൻ പറ്റും? അവ ആ പ്രശ്നം പരിഹരിക്കുന്നതിന്റെ എങ്ങനെയെന്നതിനെക്കുറിച്ച് ചിലപ്പോൾ സൂചനകൾ തന്നേക്കാം. പക്ഷേ ആ എന്തുകൊണ്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു അനുഭവം അത് പൂർണ്ണമായി കിട്ടുന്നുണ്ടോ? ശരിയാണ്. ഇത് പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെ. അതെ. അപ്പോ നിങ്ങൾ തുടർന്ന് ആലോചിക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാം. ഈ വികാരങ്ങൾക്ക് ഇത്രയധികം പ്രാധാന്യമുണ്ടെന്ന് പറയുമ്പോൾ, വികാരങ്ങളൊന്നുമില്ലാത്ത ഈ കമ്പ്യൂട്ടർ മോഡലുകളെ മാത്രം നമ്മൾ ആശ്രയിക്കുമ്പോൾ, പ്രശ്നപരിഹാരത്തിന്റെ ഏതൊക്കെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് നമുക്ക് മനസ്സിലാവാതെ പോകുന്നത്? ഒരു സിമുലേഷന് എപ്പോഴെങ്കിലും ആ ഒരു യുറേക്ക മൊമെന്റ്, അതായത് പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന ആ ഒരു അനുഭവം, അല്ലെങ്കിൽ ഒരു പരിഹാരം കാണാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ആ ഒരു ഫ്രസ്ട്രേഷൻ, ഇതൊക്കെ ശരിക്കും അനുകരിക്കാൻ പറ്റുമോ? ഈ രീതികൾ ഉപയോഗിച്ചുള്ള പഠനങ്ങളെ വിലയിരുത്തുമ്പോൾ നിങ്ങൾ തീർച്ചയായും ചോദിക്കേണ്ട ഒരു ചോദ്യമാണിത്.